നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. തലസ്ഥാനത്ത് നടക്കുന്ന കേരള സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ KSTA സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായി സഹ കൺവീനർ സുജു ടീച്ചർ പറഞ്ഞു. ഒരു ദിവസം 25,000 പേർക്കാണ് ആഹാരം കൊടുക്കുന്നതെന്നും 3 നേരത്തെ ഭക്ഷണങ്ങളും പന്തലിൽ എത്തുന്ന എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നതായും സംഘാടകർ പറഞ്ഞു. 250-ലധികം അധ്യാപകരാണ് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ജീവനക്കാരുടെ സഹകരണമാണെന്നും സഹ കൺവീനർ സുജു ടീച്ചർ പറഞ്ഞു. സ്കൂൾ കായികമേള നടത്തുന്നത്. മുമ്പ് ഗെയിംസ് ഐറ്റംസും അത്ലറ്റിക്സും ഒക്കെ 2 നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഒരുമിച്ച് നടത്തുകയാണ്. അപ്പം 25,000-ഓളം കുട്ടികളാണ് ഏതാണ്ട് 40 ഇനങ്ങളിലായിട്ട് മത്സരിക്കാൻ എത്തുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഭക്ഷണ കമ്മിറ്റി എന്നെങ്കിൽ KST എന്ന് പറഞ്ഞ അധ്യാപക സംഘടനയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം 25,000-ഓളം പേര് ഓഫീഷ്യൽസും കുട്ടികളടക്കം ഇവിടെ എത്തി ആഹാരം കഴിച്ച് പോവുകയാണ്. ഒരു സമയം 2,500 പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ ഭക്ഷണപുര ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ 3 ഇടങ്ങളിൽ കൂടി അടുക്കളയുണ്ട്. വിരപ്പങ്കോടും VB രാജയിലും വെള്ളയാണിയിലും. ആ 3 ഇടങ്ങളിലും അടുക്കള പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത 4 ഇടങ്ങളിൽ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം വിതരണം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയവും ചന്ദനായ സ്റ്റേഡിയം, സെൻറ്റ് ജോർജ് ടെന്നീസ് ക്ലബ്ബ്, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, ഇത്രയും സ്ഥലങ്ങളിലുള്ള കുട്ടികളാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നത്. രാവിലെ 6 മണി മുതൽ നമ്മൾ ഭക്ഷണം സെർവ് ചെയ്ത് കൊടുക്കും. അത് എപ്പോഴാണോ ഉച്ചഭക്ഷണം തുടങ്ങുന്നത് അതുവരെ ബ്രേക്ക്ഫാസ്റ്റിലുണ്ടായിരിക്കും. ഉച്ചഭക്ഷണം തുടങ്ങി അത് ഒരു കൗണ്ടർ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കൗണ്ടറും പ്രവർത്തിക്കും. ആളുകളുടെ എണ്ണം കുറഞ്ഞതനുസരിച്ച് കൗണ്ടറുകളുടെ എണ്ണം കുറയ്ക്കും. വൈകുന്നേരം അത്താഴം തുടങ്ങുന്നത് വരെ നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ കൗണ്ടർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം രാത്രി 11 മണി വരെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക് ഒരാൾ പോലും ക്യൂ നിന്നുകൊണ്ട് നിർത്തേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിൽ ഒരു തിരക്കും ഉണ്ടാക്കാത്ത രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവർക്ക് ഒന്നിരുന്ന് വിശ്രമിക്കുന്നതിനും കല ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ താളമേളം എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു 10 വർഷക്കാലമായി നമ്മൾ ഈ കായിക മേഖലയിലുണ്ടായ വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ കായികമേളയിൽ വരിക എന്ന അത്ര വലിയ പ്രോത്സാഹനം കൊടുക്കുന്നില്ല. ആ പ്രോത്സാഹനത്തിലൂടെ കുട്ടികളെ എവിടെയൊക്കെ അവരുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു എക്സിബിഷൻ നമ്മളവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചെറിയ ചെറിയ കളികളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിബിഷൻ അതൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ്. KST എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. എത്ര പേരാണ് ഒരു ദിവസം ഇവിടെ ഭക്ഷണം ക്രമീകരിക്കാനായിട്ടുള്ളത്? 3 നേരങ്ങളിലായിട്ട് ഏതാണ്ട് ഇന്ന് എനിക്ക് ഉച്ചഭക്ഷണം മാത്രം 13,000 പേരോളം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം 25,000-ഓളം പേര് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. അതായത് അവരുണ്ട്, പിന്നെ അവരുടെ ഓഫീഷ്യൽസ് ഉണ്ട്, അവരുടെ കൂടെ അവരുടെ എസ്കൗട്ടിംഗ് ടീച്ചേഴ്സ് അടക്കം. നമ്മുടെ ഇൻക്ലൂസീവ് സ്പോർട്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം മുന്നിലാണ് അവരെ അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്, ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ അത്തരം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അടക്കം വരുന്നുണ്ട്. അങ്ങനെ ഒരു റെസിസ്റ്റൻസോ ഒരു പാസ് വഴി അവരെ ഒന്ന് പ്രവേശനം നിഷേധിച്ചുകൊണ്ടോ മാറ്റി നിർത്താതെ അവരോടൊപ്പം വരുന്ന മുഴുവൻ രക്ഷിതാക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറായി. ഫുഡ് കമ്മിറ്റി വളരെ പ്രയോജനപ്രദമായി നടത്തുവരുന്നു. അവരെ പറ്റി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കാരണം നഗരസഭ നമുക്ക് നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ഈ കലോത്സവം ഇങ്ങനെ അല്ലെങ്കിൽ ഭക്ഷണ കമ്മിറ്റിയുടെ ഭക്ഷണപ്പുര ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ അഹോരാത്രം പരിശ്രമിച്ച് നഗരസഭയുടെ ഓരോ ജീവനക്കാരനും ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. 3 ഷിഫ്റ്റിലായിട്ട് 150-ഓളം പേരാണ് ഇവിടെ ഉള്ളത്. രാവിലെ അവർ 6 മണിക്ക് വന്നാൽ ആ കഴിക്കുന്ന ആ വേസ്റ്റ് അപ്പോഴപ്പോഴും വണ്ടിയിലേക്ക് കഴിച്ച് പോവുകയാണ്. ഇവിടെ ഒരു വേസ്റ്റും ഒരിടത്തും ഡംപ് ചെയ്യുന്നില്ല. എല്ലാം അപ്പോഴപ്പോഴാണ് കഴിക്കുന്നത്. വേസ്റ്റ് വെള്ളം ഒരു കുഴിയിലേക്ക് ഇറക്കിയിട്ട് അതിനെ സക്ക് ചെയ്ത് മറ്റു വണ്ടിയിലേക്ക് പമ്പ് ചെയ്തിട്ട് അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് വേസ്റ്റ് വാട്ടർ. ഇവിടെ ഒക്കെ ഒഴുക്കി വിടുന്ന ഒരവസ്ഥയോ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ പോകുന്നു എന്ന് പറയുന്നത് നഗരസഭ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും ചെളി പിടിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ മഴയാൽ വന്ന മഴ ഒക്കെ നമ്മൾ വല്ലാതെ അലട്ടിപ്പോയപ്പോഴും നഗരസഭയാണ് അതെല്ലാം ചെയ്ത് അവിടെ ചെല്ലിയൊക്കെ ഇട്ട് എല്ലാവണ്ണം ഒരുക്കുന്നതിന് സഹായിച്ചു. എൻ്റെ പേര് സുജു മേരി എന്നാണ്. ഞാൻ വില്ലേജ് ജോയിൻ കൺവീനറാണ്. ബാക്കി 2 പേരുടെ
എൻ്റെ പേര് തുടങ്ങുന്നവിടെ ഞാനിവിടെ കലവറയുടെ ചൂടൊക്കെ ലൂജ കലവറ കലവറയുടെ എൻ്റെ പേര് അനൂപ കലവറ